മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും ഒക്കെ പകരക്കാരനാവാമെന്ന് പറഞ്ഞ് നടനാവാൻ വന്ന ആളാണ്. അന്ന് ഈ ലിസ്റ്റ് ശിവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ജി സുരേഷ് കുമാർ പറഞ്ഞത് ശരിയല്ലേ, 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ശരിയല്ലേ, 101% ശരിയാണ്. ഉന്മൂലനം ചെയ്യും. എന്നിട്ട് തിലകചേട്ടൻ തന്നെ പറയും ഞാനത് ചെയ്തത് ശരിയായില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തി സ്വയം നശിച്ചു പോയ പാവം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. നായന്മാർ വെൽറ്റ് എന്നെ മോഹൻലാൽ സ്വന്തം അച്ഛനേക്കാൾ കൂടുതൽ അച്ഛ എന്ന് വിളിച്ചത് എന്നെയാണ്. ആ മോഹൻലാൽ എന്ന് പറഞ്ഞ നായരടക്കം എല്ലാവരും കൂടെ ചേർന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇന്നലെ ഒരു യോഗം കൂടി എന്നെ ഒഴിവാക്കുക. കള്ളം പറയുന്നോ രഘുനാഥ് പലേരിയും നിങ്ങളും കൂടെ വന്ന് എനിക്ക് അഡ്വാൻസ് തന്നില്ലേ? അപ്പോഴാണ് എനിക്ക് കഥ കിട്ടിയത്. അയാളൊരു പൊളിറ്റിക്കൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ക്ലൈമാക്സ് എടുക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ക്ലൈമാക്സ് എടുക്കുന്നത്. 2-3 ക്യാമറ, ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ്, കാറ്, ബഹളം, പോലീസ്, ലാത്തി ചാർജ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബനാണോ, ദിലീപാണോ, ഷൈനികമാണോ, ഷൈൻടോ ചാക്കയാണോ എന്ന് ആർക്ക് സംശയിക്കാവുന്ന തരത്തിലൊരു ചോദ്യം ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. ഈ നവീൻ ഇയാൾ നമ്മുടെ ലിസ്റ്റ് ശിവൻ്റെ ഒരു 2 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിലൂടെ ഒരുപാട് പേരെ മഴയത്ത് നിർത്തിയെന്നോ ഇരുട്ടത്ത് നിർത്തിയെന്നോ പറയാം. അത് ചെയ്യരുതായിരുന്നു. അയാൾ സംഘടനാ നേതാവ് കൂടിയാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ അടുത്തിടെ ഉണ്ടാക്കിയ ഒരു വിവാദം, ഒരു നടൻ ഹിതകരമായ ചില കാര്യങ്ങൾ ചെയ്തു എന്നും ഇനി ആവർത്തിക്കരുത് എന്നുമാണ്. ആ നടൻ നിവിൻ പോളിയാണെന്ന തരത്തിൽ പലവിധ ചർച്ചകൾ നടക്കുകയാണ്. സിനിമാ രംഗത്തെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാന്തിവിള ദിനേശാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ദിനേശ് ഏട്ടാ, കേട്ടല്ലോ, ഒരു പ്രസ്താവന ഈയിടെയായി ലിസ്റ്റൻ സ്റ്റീഫൻ്റേതായി പുറത്തു വന്നിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ പ്രശ്നങ്ങൾ, അടിക്കടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം? പണ്ടേ ദുർബല കൂടെ ഗർഭിണി എന്ന് പറഞ്ഞല്ലേ, മലയാള സിനിമ മൊത്തം നാറി നിൽക്കുന്നൊരവസ്ഥയാണ്. ഓരോരോ പ്രശ്നങ്ങൾ, ഇപ്പോൾ ലഹരി ആയാലും, അതെ, ഈ നിർമ്മാതാക്കൾ തമ്മിലുള്ള കടിപിടി ആയാലും, നിർമ്മാതാക്കൾ 4 പേരോ 5 പേരോ ചേർന്ന് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞൊരു ഒരുത്തി കൊണ്ടൊന്ന് കേസ് കൊടുത്തതായാലും, ഒരു കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നിടത്താണ് പറയണേ അപമര്യാദയായി പെരുമാറിയെന്ന് 5 പേരൊക്കെ ചേർന്ന്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ സിനിമ മൊത്തത്തിൽ ചളകുളമായി നിൽക്കുന്നൊരവസ്ഥയാണ്. പരമാവധി എനിക്ക് പറയാനുള്ളത്, പരമാവധി സിനിമാക്കാർ സംയമനം പാലിക്കേണ്ട സമയമാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഏതൊക്കെയോ തലത്തിലുള്ള നേതാവാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും ഒക്കെ പകരക്കാരനാവാമെന്ന് പറഞ്ഞ് നടനാവാൻ വന്ന ആളാണ്. ബുദ്ധിമാനായോണ്ടായിരിക്കാം എനിക്ക് നടനാവാനുള്ള കഴിവില്ലാന്ന് സ്വയം തോന്നുകയും അയാൾ വലിയ നിർമ്മാതാവായി മാറുകയും സൂപ്പർ ഹിറ്റുകളായ കുറേ സിനിമകൾ ചെയ്യുകയും അയാൾ പെട്ടെന്നൊരു മലയാള സിനിമയിലൊരു വലിയ നിർമ്മാതാവായി മാറി, ഒരു ബ്രാൻഡായി മാറി ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞത്. പൃഥ്വിരാജുമായിട്ടുള്ള ചങ്ങാത്തം, നിവിൻ പോളിയുമായിട്ടുള്ള ചങ്ങാത്തം, സിനിമാ സംഘടനകളുടെ നേതാവായി മാറുന്നു. ഒരുപാട് തിയേറ്ററുകൾ ലീസിനൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് നടത്തുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി ലിസ്റ്റൻ മാറുമ്പോൾ ലിസ്റ്റൻ അതിനനുസരിച്ച് വളരണം മനസ്സ്. ലിസ്റ്റൻ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി ആയിരിക്കാം. ഇപ്പോൾ സുരേഷ് കുമാർ മലയാള സിനിമയിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തെക്കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തുകയും ഇപ്പോൾ എമ്പരാധനാകത്ത് 150 കോടി ചിലവാക്കിയിട്ട് അതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല എന്ന് അദ്ദേഹത്തോട് അതിൻ്റെ നിർമ്മാതാവ് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ ഇഷ്യൂ ആയി മാറുകയും ആന്റണി പെരുമ്പാവൂർ അതിന് മറുപടി ഫേസ്ബുക്കിലിടുകയും ഓക്കെ അല്ലാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൃഥ്വിരാജ് അടക്കം അതിലിടപെടുകയും അജു വർഗീസ് അതുപോലുള്ള ആരൊക്കെയോ, ഉണ്ണി മുകുന്ദൻ, ഇവനൊക്കെ ഇങ്ങനെ പൊക്കി വിട്ടു കൊടുക്കുകയും ആൻ്റണിയെ. അപ്പോൾ ഈ പറഞ്ഞ ആൻ്റണി അടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ണി മുകുന്ദന്മാരടക്കം പള്ളിക്കുടത്തിൽ പഠിക്കുന്ന കാലത്ത് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ചെയ്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ വാർത്തെടുക്കുന്നതിൽ പോലും നിർണായകമായ പങ്കുവഹിച്ച ആളാണ് സുരേഷ് കുമാർ. അപ്പോൾ ആന്റണി പെരുമ്പാവൂരായാലും ഉണ്ണി മുകുന്ദനായാലും അജു വർഗീസ് ആയാലും പൃഥ്വിരാജ് ആയാലും ഇത്തരം കമൻറ്റുകൾ ഇടുമ്പോൾ മോഹൻലാൽ തിരുത്തേണ്ടതാണ്. മോനെ അങ്ങനെ പറയരുത് മോനെ, അവൻ എനിക്ക് എൻ്റെ എന്താ പറയുക സിനിമയിലൊരു തുടക്കം കുറിച്ച് തന്ന ആളാണെന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷേ അയാൾ വേണ്ടിയില്ല. അയാൾ വായില്ല കുന്നിലപ്പനെ പോലെ ഡിപ്ലോമാറ്റിക് ഒന്നും ഞാൻ അതിന് പറയില്ല. അയാൾ വായില്ല കുന്നിലപ്പ ഇതിൽ എനിക്കെന്ത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ തള്ളക്കുള്ളിങ്ങനെ വിളിക്കട്ടെ എന്ന്. അതൊരു നല്ല ശീലമല്ല. നേരെ മറിച്ച് മോഹൻലാലിനെ ഇതുപോലെ ആരെങ്കിലും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ സുരേഷ് കുമാർ ഇടപെടും. അതാണ് സുരേഷിൻ്റെ ക്യാരക്ടർ. പക്ഷേ സുരേഷിനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സിൽബന്തികൾ മോശമായ ഭാഷയിൽ ഉപയോഗിച്ചപ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പടം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് അടക്കം നിൽക്കുമ്പോൾ മോഹൻലാൽ തിരുത്തണമായിരുന്നു. അത് ചെയ്തില്ല, പോട്ടെ. അപ്പോൾ അന്ന് ഈ ലിസ്റ്റ് ശിവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ജി സുരേഷ് കുമാർ പറഞ്ഞത് ശരിയല്ലേ, 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ശരിയല്ലേ, 101% ശരിയാണ്. ഈ അതായിട്ടുള്ള എന്ന് പറയും പോലെ ഒരു അഴകുഴമ്പൻ
വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ സംഘടന ചർച്ച ചെയ്യും. സംഘടനയ്ക്ക് വേണ്ടിയല്ലേ സുരേഷ് കുമാർ സംസാരിച്ചത്, സിനിമയ്ക്ക് വേണ്ടിയല്ലേ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചത്. ഇങ്ങനെ അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഈ ചെറുപ്പക്കാർ ഇങ്ങനെയാണോ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാരൊക്കെ ഇങ്ങനെയാണോ, ഒരു വ്യക്തതയില്ല, ഒരു തീരുമാനമില്ല, മനസ്സിലായി. അതിൻ്റെ ഒരു പരിണത ഫലമാണ് അടുത്ത് അയാളൊരു പുതിയ പടം എന്തോ തുടങ്ങുന്നതിൻ്റെ ഓഡിയോ ലോഞ്ച്. അയാൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ വിളിച്ചാണ് അത് നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മലയാളത്തിലെ ഒരു പ്രശസ്തനായ നിർമ്മാതാവ് പറഞ്ഞത്, ദിനേശ് ലിസ്റ്റൻ്റിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്നോട് പോലും ഒരു വാക്ക്, ഈ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന എന്നോട് പോലും ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചാണെന്ന് വരണേന്ന് പോലും എറണാകുളത്ത് ഉണ്ടായിട്ട് പോലും പറഞ്ഞില്ല. അയാൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പലരും പല ടൈപ്പല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് നടത്തുന്നിടത്ത് ഈ ആൾക്കാരൊക്കെ നമ്മളെ സ്വന്തം ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. മൈക്ക് കിട്ടിയപ്പോൾ ലിസ്റ്റം വെച്ചങ്ങ് താങ്ങി. ഒരു നടൻ മലയാള സിനിമയിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത ഒരാളും ചെയ്യാത്ത ഒരു ഹീനമായ ഒരു പണി ചെയ്തു. അയാളത് തിരുത്തിയാൽ അയാൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അയാൾ വിവരം അറിയും, ഞാൻ ഇപ്പോൾ പേര് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചങ്ങ് കൂവി. വിളിച്ച് കൂവുന്നതിന് കഴിഞ്ഞപ്പോൾ പോലീസ് അസോസിയേഷനിലെ മുഴുവൻ പേരിലും പോലീസ് കേസ് കൊടുത്ത ഒരു സ്ത്രീ പറയാണ് അവനെ പുറത്താക്കണം. പുറത്തായി നിൽക്കുന്ന ആൾ പറയാണ് ലിസസ് ഇവനെ പുറത്താക്കണം. അയാൾ മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അച്ചടക്ക നടപടി എടുക്കുകയോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി അവൻ്റെ വിശദീകരണം കേൾക്കുകയോ ചെയ്യും, ഇല്ലേ? ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ വളരെ മോശമായ ഭാഷയിൽ സിനിമാക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ജഗദീഷ് ശ്രീകുമാറിനെ 6 മാസം അങ്ങ് ബാൻ ചെയ്തു. അന്ന് മാറ്റ പ്രതാപ ഉള്ള കാലം. അവസാനം ജഗദീഷ് ശ്രീകുമാറിന് വേണ്ടി പലരും സംസാരിക്കുകയും ജഗദീഷ് ശ്രീകുമാർ ഒന്ന് മാപ്പ് പറയുകയും ചെയ്തപ്പോൾ ജഗദീഷ് ശ്രീകുമാറിനെ പറഞ്ഞു 2 പത്രത്തിൽ പരസ്യം ഒരു മാപ്പ് കൊടുക്കുന്നു പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്നത്തെ കാലത്ത് 40,000 രൂപ എന്തോ ആയി. ജഗതി സമസ്ത അപരാധം മാപ്പ് പറഞ്ഞു. മാപ്പ് പറയാതെ വിട്ടത് തിലകനെ മാത്രമേ ഉള്ളൂ. സിനിമാക്കാരെല്ലാം മാഫിയകളാണെന്നും ഗുണ്ടകളാണെന്നും തന്തയില്ലാത്തവന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് ക്ഷമിച്ചു. കാരണം വയസ്സായ കാലത്ത് പറയട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അല്ലെങ്കിൽ രഞ്ജിത്ത് ഒരു കഥാപാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ ആ സിനിമ ചെയ്യണമെങ്കിൽ ആ വേഷം തിലകൻ ചെയ്യണം, എന്താ ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ കണ്ണുടച്ചിട്ട് പറഞ്ഞു ആ പുള്ളിയെ വിളിച്ച് ചെയ്യുന്നേ. അന്ന് ഫെഫ്ക ബോൾഡായിട്ട് നിന്നാൽ ചെയ്യാൻ പറ്റില്ല. കാരണം രഞ്ജിത്ത് അല്ല ഞാൻ അഭിനയിപ്പിക്കും എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ആരും കിട്ടില്ല. ഒരു ടെക്നീഷ്യനെ കിട്ടണ്ടേ, ഒരു ക്യാമറമാനെ കിട്ടണം, ഒരു എഡിറ്ററെ കിട്ടണം, ലൈറ്റിംഗ് ബോയ് കിട്ടണം, മേക്കപ്പ് മാനെ കിട്ടണ്ടേ. പക്ഷേ ഉണ്ണികൃഷ്ണൻ കണ്ണുടച്ചിട്ട് പറഞ്ഞു വിളിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തിലകൻ ചേട്ടന് ഒരുപാട് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത. പക്ഷേ അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അത് അഡ്മിറ്റ് ചെയ്യാത്തന്നെ കൂടെ നടക്കുന്നവന്മാരെല്ലാം വാരി കയറ്റി വിടും. ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിക്കും പോലെ തിലകൻ ചേട്ടനെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പൊക്കി വിട്ടാൽ അങ്ങനെ പൊങ്ങും. അപ്പോൾ ഈ കൂടെ നടക്കുന്ന ഇതൊന്ന് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് CPIയുടെയൊക്കെ ഏതോ കുറേ എണ്ണം അദ്ദേഹത്തെ കൊണ്ട് ഈ ബൈപ്പാസ് ചെയ്ത് രോഗിയായിരിക്കുന്ന മനുഷ്യനെ കിട്ടി അവർക്ക് വെള്ളം കുടിക്കാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞ് നാടകത്തിൽ സ്റ്റേജിൽ കയറ്റി വിടുമോ ഉറക്കം ഒഴിച്ച്. സത്യം പറഞ്ഞാൽ യുവന്മാരെല്ലാം കൂടെ ചേർന്നാണ്. പിന്നെ വിഗും വെച്ച് റോസ് പൗഡർ അടിച്ച് കിടക്കുന്ന നിർത്തുണ്ടല്ലോ മലയാള സിനിമയിലെ എല്ലാത്തിൻ്റെയും പരമാത്മാവും. അവരൊക്കെ പൊക്കി വിട്ടുകൊടുത്തപ്പോൾ തിലകൻ ചേട്ടൻ പാവമായതുകൊണ്ട് അതിൽ വീണതാണ്. അങ്ങനെയാണ് ആ കാലത്തിൽ സത്യത്തിൽ തിലകൻ ചേട്ടൻ മരിച്ചുപോയത്. അല്ലെങ്കിൽ കുറേ കാലം കൂടി ജീവിച്ചു പോയത്. ഈ ഉറക്കം ഒഴിച്ച് നാടകം കളിക്കാനൊക്കെ പോയതാണ് പ്രശ്നം. പിന്നെ മാനസികമായ സംഘർഷവും. തിലകൻ ചേട്ടൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ തന്നെയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് തിലകൻ ചേട്ടൻ തന്നെ ആ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യും. എന്നിട്ട് തിലകൻ ചേട്ടൻ തന്നെ പറയും ഞാനത് ചെയ്തത് ശരിയായില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തി സ്വയം നശിച്ചു പോയ പാവം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോഴും എനിക്ക് സത്യത്തിലേ ഈ തിലകൻ ചേട്ടൻ എന്തിനിങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ തിലകൻ ചേട്ടൻ സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ച് ഉണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ MG രാധാകൃഷ്ണൻ നായരാണല്ലോ. MG രാധാകൃഷ്ണൻ വിളിക്കുന്നു, ഹലോ തിലക, ഞാൻ രാധാകൃഷ്ണനാണ് MG. എന്ത്? ഞങ്ങൾ നായന്മാരെല്ലാം കൂടി ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നൊരു യോഗം കൂടി. എന്തിന്? ഈഴവനായ തന്നെ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇത് തിലകൻ ചേട്ടനെ പറ്റിക്കണം. തിലകൻ ചേട്ടന് മനസ്സിലായില്ല, പൊക്കി വിട്ടുകൊടുത്തതാണ് ചുമ്മാ. തിലകൻ ചേട്ടനെ പറഞ്ഞാൽ തിലകൻ ചേട്ടൻ അതിൽ വീഴുമെന്നറിയാം. പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തുകയാണ്. നായന്മാർ വെൽറ്റ് എന്നെ മോഹൻലാൽ സ്വന്തം അച്ഛനേക്കാൾ കൂടുതൽ അച്ഛ എന്ന് വിളിച്ചത് എന്നെയാണ്. ആ മോഹൻലാൽ എന്ന് പറഞ്ഞ നായരടക്കം എല്ലാവരും കൂടെ ചേർന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇന്നലെ ഒരു യോഗം കൂടി എന്നെ ഒഴിവാക്കാം. തിലകൻ ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നത് ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ ജാതിയിൽ പറഞ്ഞ ജോഷി സാറിൻ്റെ പടത്തിൽ നിന്നാണ് ഒഴിവാക്കിയത്. അതിൻ്റെ നിർമ്മാതാവ് ഒരു മുസ്ലിമാണ്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിലകൻ ചേട്ടൻ്റെ. ഞാൻ മുമ്പ് എവിടെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നെ തിലകൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നമ്മളെ കല്യാണം വിളിച്ചു. അളകാപുരി എന്ന് പറഞ്ഞാൽ മണ്ഡപത്തില്ല. ഞാൻ കല്യാണ മണ്ഡപത്തിൽ വലിയ കാര്യമായിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ടാക്കി ചെന്നു. അപ്പോൾ തിലകൻ ചേട്ടനും സത്യനന്ദിക്കാടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പുളുവാണോ അടിക്കുന്നത് പറഞ്ഞ് സത്യേട്ടനെ കാണിച്ച് വെച്ചാൽ ഞാൻ സത്യേട്ടന് നമസ്കാരം പറഞ്ഞിട്ട് തിലകൻ ചേട്ടൻ നോക്കി, നമസ്കാരം ചേട്ടാ.
എന്താ എൻ്റെ പേര്? ഒരു കല്യാണം വിളിച്ച് ചെന്നിടത്ത് ചോദിക്കുകയാണ്, പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ എൻ്റെ പേര്? ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ പേര് ഞാൻ എന്തിനാ പറഞ്ഞു, ചേട്ടൻ അറിഞ്ഞൂടെ? അല്ല എന്താ എൻ്റെ പേര്? ഞാൻ പറഞ്ഞു എന്തോന്ന് ചേട്ടാ എന്നാണ്. അപ്പോൾ സത്യേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു പൊട്ടിത്തെറി വരാമാണെന്ന് മനസ്സിലായി. എടുത്ത വായിലെ പുള്ളി പറയാ, കേട്ടോ സത്യ, തിരുവനന്തപുരത്ത് നായന്മാർ എനിക്കിട്ട് പണിഞ്ഞപ്പോൾ ഇദ്ദേഹമെങ്കിലും അതിൽ പെടില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇദ്ദേഹവും പെടും അതിൽ. ഞാൻ ഇങ്ങനെ നിൽക്കുക. ബംഗ്ലാവിൽ ഔദ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു പടം ചെയ്യാൻ പോവുകയാണ്. അതിലെ നായകൻ ഞാനായിരുന്നു. എനിക്ക് അഡ്വാൻസ് തന്നിട്ട് എന്നെ കട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ അന്തം മുട്ടിക്കാൻ, ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ എന്ത് ചേട്ടാ ഈ പറയണേ? ചേട്ടാ ബംഗ്ലാവിൽ ഔദയിൽ ഔദ എന്ന് പറയുന്ന ആൾ ബുള്ളറ്റ് ഓടിച്ച് നടക്കുന്ന ആളാണ്, പടം തുടങ്ങി തീരുന്നവരെ. ചേട്ടന് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ? ചേട്ടാ പടത്തിൻ്റെ 3ാമത്തെ സീനിൽ ഔദ മരിക്കുകയാണ്. പടം തീരുന്നവരെ അയാൾ ശവപ്പെട്ടിക്കകത്താണ് കിടക്കണം. ചേട്ടന് കിടക്കാൻ പറ്റുമോ? അതിനകത്ത് കയറി കിടക്കാൻ പറ്റും? അതിൽ ഫാൻറ്റസി വർക്ക് ചെയ്യുമ്പോൾ ഈ ശവം രാത്രി അഴിച്ചിരിക്കും. ചേട്ടന് കിടന്ന കിടപ്പിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ നൂന്നിരിക്കാൻ പറ്റും? ചേട്ടൻ എന്താ ചേട്ടാ ഈ പറയണേ? ഞാൻ എപ്പോഴാണ് ചേട്ടൻ അഡ്വാൻസ് തന്നത്? കള്ളം പറയുന്നോ? രഘുനാഥ് പലേരിയും നിങ്ങളും കൂടെ വന്ന് എനിക്ക് അഡ്വാൻസ് തന്നില്ലേ? ഞാൻ അപ്പോഴാണ് എനിക്ക് കഥ വെടിയിട്ടിയത്. രഘുചേട്ടന് ഞാൻ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ രഘുചേട്ടൻ കുട്ടികളുടെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഡോ പാക് യുദ്ധത്തിൽ, ഇപ്പോൾ അത് പ്രസക്തമാണ്, ഇൻഡോ പാക് യുദ്ധത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടു പോയ ഒരു പട്ടാളക്കാരൻ. അയാൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കണം ഒറ്റയ്ക്ക്. അയാൾ ആ ഫ്ലാറ്റിലിരുന്ന് ജനാലയിലൂടെ താഴെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ എതിർവശത്ത് ഒരു വീട്ടിൽ ഒരു തമിഴ് പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്തിയിരിക്കും. പെൺകുട്ടിയെ ഈ വീട്ടുകാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കും. ഇത് ദിവസവും ഇദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടിയെ വീട്ടിനകത്ത് അടച്ചിട്ടിട്ട് വീട്ടുകാരെല്ലാം കൂടെ എവിടെ പോയി? ടൂർ പോയി. ഈ കുട്ടി എൻ്റെ അകത്ത് ഇങ്ങനെ ആരും കാണാതെ രാത്രി ചെന്ന് വീട് തുറന്ന് ഈ കുട്ടിയെ പിടിച്ച് നേരെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. എന്നിട്ട് അതിനെ മുടി വെട്ടി ആണാക്കും. മറ്റൊരു ടൂറൊക്കെ കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ കൊച്ചില്ല. 1-ാം തീയതി ആയപ്പോൾ ഈ കൊച്ചിൻ്റെ തമിഴ് അച്ഛൻ പൈസ വാങ്ങിക്കാൻ വന്നു. കൊച്ചിൻ്റെ ശമ്പളം വാങ്ങിക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞ കുട്ടിയില്ല. ഭയങ്കര പ്രശ്നമായി. തമിഴ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. തമിഴൻ പറഞ്ഞ് എൻ്റെ കുട്ടിയെ നിങ്ങൾ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയി. പോലീസായി, കേസായി, സമരമായി. അപ്പോഴീ സമരപന്തലിൻ്റെ മുന്നിലൂടെ ഈ കുട്ടിയും കൊണ്ട് ഇയാൾ പോകുന്നുണ്ട്. ഈ തന്തയ്ക്ക് പോലും മനസ്സിലാവില്ല ആണായിട്ട്. അങ്ങനത്തെ ഒരു മനോഹരമായ സബ്ജക്റ്റ് കേട്ടോ. അത് രവിചേട്ടൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു, തിരക്കഥ എഴുതി. അപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുത്തപ്പോൾ തിരഞ്ചേട്ടന് ഈ പൈസ കൊണ്ടൊന്ന് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ രവിചേട്ടൻ വിളിച്ചുകൊണ്ട് ഞാനും രവിചേട്ടനൂടെ ഫ്ലാറ്റിൽ ചെന്ന് തിലഞ്ചേട്ടൻ അഡ്വാൻസ് കൊടുത്തു. പക്ഷെ പുള്ളി അതിനെ ഇങ്ങനെ ആക്കി. അതായത് ബംഗ്ലാവിൽ ഔദയ്ക്ക് അഡ്വാൻസ് തന്നിട്ട് എന്നെ ഒഴിവാക്കി, നായർ ബെൽറ്റ് പറഞ്ഞിട്ട്. ഇതാണ് തിലഞ്ചേട്ടൻ. അത് എത്ര വിശദീകരിച്ചാലും തിലഞ്ചേട്ടന് മനസ്സിലാവില്ല. ആ അടമൻ്റായിട്ട് അതിൽ തന്നെ നിൽക്കും. നമ്മളിപ്പോൾ ഇത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള സിനിമയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പറയണ്ടല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതിയല്ലോ. മോഹൻലാൽ തുറച്ചു നോക്കി, മമ്മൂട്ടി ചിരിച്ചില്ല, ദിലീപ് ഓടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുന്ന കാലമാണല്ലോ. പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങൾ വന്നുകൊണ്ട് ഈ കോലം പിടിച്ച് നടക്കാൻ 10-100 നടക്കുന്നതുകൊണ്ട് എന്ത് ഇഷ്യൂ ആക്കും. ആ കാലഘട്ടത്തിൽ നവീൻ പോളിയെ പോലെ ഒരാളിനെ പേര് പറയാതെ എൻ്റെ സിനിമയിൽ അഭിനയിച്ചൊരു നടൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയം തോന്നും ആരെന്നുള്ള. ഇപ്പോൾ ഷൈൻ ടോം ചാക്കയും ഷൈൻ നിഗവും അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയൊക്കെ വേറൊരു തലത്തിൽ വിവാദമായി നിൽക്കുമ്പോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഒന്നാമത്തെ കാര്യം, മലയാള സിനിമയിൽ ഇറങ്ങിപ്പോക്ക് ഇന്നോ ഇന്നലെയൊന്നും അല്ല. ഒരുപാട് പേര് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ ശ്രീനാഥ് ഭാസി തന്നെ ഇതാ വരണമെന്ന് പറഞ്ഞ് കാർ കയറി പോയിട്ട് മലേഷ്യയിൽ പോയി എന്ന് പറഞ്ഞിട്ട് മറ്റേ വലിക്കാൻ അവിടെ ഫ്രീ ആണെന്ന് പറഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അതുപോലെ നമ്മൾ മലയാളത്തിൽ ഒരു നല്ല വിഭാഗം എന്താ പറയുക ആരാധനയോടെ കാണുന്ന 6-6.5 പൊക്കിയുള്ള ഒരു നായകൻ, അയാളൊരു പൊളിറ്റിക്കൽ സിനിമയിൽ അഭിനയിച്ചിട്ടിരിക്കുമ്പോഴേ ക്ലൈമാക്സ് എടുക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ക്ലൈമാക്സ് എടുക്കുന്നത്. 2-3 ക്യാമറ, ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ്, കാറ്, ബഹളം, പോലീസ്, ലാത്തി ചാർജ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് പറഞ്ഞു, ഞാനൊന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. നിങ്ങൾക്ക് ആഹാരം കഴിച്ച് കഴിയുമ്പോൾ വരാം. റൂമിൽ പോയ ആൾ 2ആയി 3ആയി 4ആയി 5ആയി കാണാനില്ല. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് റൂമിൽ ചെന്നപ്പോഴാണ് ഹോട്ടലുകാരൻ പറയുന്നത് പുള്ളി വെക്കറ്റ് ചെയ്ത് പോയി. ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുക. പുള്ളി അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ ചെന്നിട്ടേ ദുബായിക്ക് പോയി. അന്ന് ദുബായിൽ പുള്ളിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ സെറ്റപ്പിൻ്റെ അച്ഛനും അമ്മയും വേറെ എവിടെ പോയെന്ന് ആ സെറ്റപ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ ആ ഇയാളുടെ മോളാവാൻ പ്രായമുള്ളൂ, ആ കൊച്ചിനെ അന്വേഷിച്ച് പോയതാണ് പുറത്തേക്ക്. ഈ മലയാള സിനിമയിൽ ഇങ്ങനെ നാടുകൂട്ടുകാർ ഒരുപാടുണ്ട്, പോട്ടെ. പക്ഷേ നമ്മുടെ സിനിമയിൽ നിന്ന് ഒരാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഇറങ്ങിപ്പോയെങ്കിൽ ആ ആളാരെന്ന് പറയാനുള്ള ആണത്വം കാണിക്കണം, ഇല്ലേ? അതിന് പകരം നവീൻ പോളിയാണോ, കുഞ്ചാക്കോ ബോബനാണോ, ദിലീപാണോ,
ഷൈനികമാണോ ഷൈൻടോ ചാക്കയാണോ എന്ന് ആർക്കും സംശയിക്കാവുന്ന തരത്തിലൊരു ചോദ്യം ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ നിവിൻ പോളിയെ പറ്റി പറയുന്നത് അവർ തമ്മിൽ ബിസിനസ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറയുന്നു ബിസിനസ്സിന്. ഇപ്പം നവീൻ പോളിയും പണം പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അയാൾക്ക് പൈസയ്ക്ക് ഷോർട്ടേജ് വന്നാൽ ഇയാൾ കൊടുക്കാറുണ്ട്, ഇയാൾക്ക് ഷോർട്ടേജ് വന്നാൽ അയാൾ കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ മറ്റേ നേരത്തെ പറഞ്ഞ ഒരുത്തി പറയാണ് തമിഴന്മാരെ പൈസ വാങ്ങിച്ചേ. ഇവിടെ മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ മാർവാടികളുണ്ട്. തിരുവങ്കടം ചെട്ടിയാരെന്ന് പറഞ്ഞ് കൊല്ലത്തൊരാളുണ്ടായിരുന്നു, നാന പ്രസിദ്ധീകരണത്തിൻ്റെ മുതലാളിയുടെ സഹോദരൻ. തിരുവങ്കടം ചെട്ടിയാരിയിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത ഒരാളുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മേനക സുരേഷിനെയോ ജി സുരേഷ് കുമാറിനെയോ ആലപ്പി അഷറഫിനെ പോലുള്ള സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആരുടെയെങ്കിലും തിരുവങ്കടം ചെട്ടിയാരെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറയും ഞങ്ങളുടെ അന്നദാതാവായിരുന്നു. ഈ പണം സിനിമയ്ക്ക് വേണ്ടി പലിശയ്ക്ക് കൊടുക്കുന്ന നൂറുകണക്കിന് പേര് സിനിമ ഉണ്ടായ കാലം മുതലുണ്ട്. ഇതിപ്പോൾ പറഞ്ഞു കേട്ടതൊന്നും ഇപ്പോൾ ആണ് മലയാള സിനിമയ്ക്ക് ലിസ്റ്റർ സ്റ്റീവന് മാത്രമാണ് തമിഴൻ പൈസ കൊടുക്കണമെന്ന്. ഒന്നാമത് അവർ തമിഴരല്ല, അവർ ഈ മാർവാടികളാണ്, എന്തോ ഒരു ഗുജറാത്തികളാണ്. അവരിൽ നിന്ന് ഇപ്പം നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ഇതാണ്, ഇന്ന ആളുകളാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രതീക്ഷിക്കണേ? അല്ല എനിക്കൊരു 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ അപ്പം തരും. ഇവിടെ ഇടിയും കീടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാർവാടിയൊന്നും പിടിക്കില്ല. 10 കോടി രൂപ അതിൻ്റെ നെഗറ്റീവ് അല്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റ് OTT റൈറ്റ് അടക്കം എല്ലാം അവരങ്ങ് എഴുതി വാങ്ങി വയ്ക്കും. ആ പൈസ കൊടുത്താലേ ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. ഇത് പറയുന്ന കേട്ടതൊന്നും ലിസ്റ്റർ സ്റ്റീവൻ മാത്രമാണ് തമിഴിൻ്റെ പൈസ കൊണ്ട് മലയാള സിനിമയിൽ കളിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ലൈൻ പ്രൊഡ്യൂസറായിട്ട് ബി ഉണ്ണികൃഷ്ണൻ അടക്കം എത്രയോ പേര് ഹിന്ദിയിലുള്ള വമ്പന്മാരിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ണികൃഷ്ണൻ്റെ ആറാട്ടം എന്ന് വെച്ചാൽ മോഡലുണ്ട്. ആ ആറാട്ടിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ ഒരു ബജറ്റ് കൊടുക്കുന്നു. ഇത് 60 കോടി രൂപ ചിലവാകുമെന്ന് പറഞ്ഞു ബജറ്റ് കൊടുത്ത് 60 കോടി രൂപ അവരിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ. 60 കോടി വാങ്ങിച്ചിട്ട് അത് 40 കോടി തീർത്താൽ ഉണ്ണികൃഷ്ണന് 20 കിട്ടും, 50 കോടി ചേർത്താൽ 10 കോടി കിട്ടും, 61 കോടിയായ 1 കോടി പോക്ക് കഴിയുന്നു. ഇതിങ്ങനെയാണ് സിനിമയിൽ. ഇവർ മറ്റേ ഈ വിവാദം ഉണ്ടാക്കിയവൾ പറയുന്ന കേട്ടതൊന്നും റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ടാണ് അവർക്ക് മാത്രം പൈസ വരണത്, ബാക്കി എല്ലാവർക്കും തമിഴൻ കൊടുക്കണതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ ഇയാൾ നമ്മുടെ ലിസ്റ്റർ സ്റ്റീവൻ്റെ ഒരു 2 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിലൂടെ ഒരുപാട് പേരെ മഴയത്ത് നിർത്തിയെന്നോ ഇരുട്ടത്ത് നിർത്തിയെന്നോ പറയാം. അത് ചെയ്യരുതായിരുന്നു. അയാൾ സംഘടനാ നേതാവ് കൂടിയാണ്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയാളുടെ വിശദീകരണം കേൾക്കുമായിരിക്കും. വിശദീകരണം ന്യായയുക്തമായി കൊടുത്തില്ല എങ്കിൽ സംഘടന നടപടി വരും. പക്ഷേ അയാളെ പേര് വരാൻ സാധ്യതയില്ല. അയാൾ എല്ലാവരുമായിട്ടും കമ്പനി ഉള്ളവനാണെന്ന്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്ന ഔദ്യോഗിക ഭാരവാഹികളെല്ലാം അയാളുടെ കൂട്ടുകാരന്മാരാണ്. പിന്നെ സ്വന്തമായ തിയേറ്ററുകളും സ്വന്തമായ പ്രൊഡക്ഷനും ഒക്കെ നടത്തുന്ന ഒരാളിനെ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാനും പറ്റില്ല. അപ്പോൾ അയാൾ സോറി പറയുമോ എന്തെങ്കിലും പറയും. പിന്നെ അതുപോലെ തന്നെ ഈ നവീൻ പോളിയാണെന്നാണ് എല്ലാവരും പറയണേ. നിവിൻ പോളി അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു പയ്യനല്ല. അപ്പോൾ അയാളുടെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. ഞാനങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ആ സെറ്റിൽ മയക്കുമരുന്ന് പിടിച്ചതുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുകാരോട് ജോലി ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിനെ പെടുള്ളൂ. കാരണം എന്തറിയോ, ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവണ്ടേ അവിടെ. 4 പേര് ചേർന്ന് ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവണം. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതി വന്നിരിക്കണം. അവർ നടപടി എന്തെടുത്തു എന്ന് പറയണം, അല്ലെങ്കിൽ അവർ പോലീസിനെ അറിയിച്ചോന്ന് അറിയണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അറിയിച്ചോന്ന് അറിയണം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം കൂടെ ചേർന്ന് ഇയാൾ മറുപടി പറയുന്നുണ്ട് ലിസ്റ്റഡ്. അതിൽ നിവിൻ പോളി പറയേണ്ടി വരില്ല. നിവിൻ പക്ഷേ ഭയങ്കര മാന്യമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം മനസ്സിലാവില്ല. ആ പയ്യനെ പറ്റി അങ്ങനെ ഒരു വലിയൊന്നും കേൾക്കുന്നില്ല, വിവാദമൊന്നും കേൾക്കാത്തൊരു പയ്യനാണ്. എന്നാൽ കുഴപ്പക്കാരനുമാണ്. അയാളെ പറ്റി എനിക്കെപ്പോഴും അയാളെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ള പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രാവശ്യം തെന്നി പോയിട്ട് അവസാനം കഥ കേട്ടിട്ട് പറയാം സാർ എന്ന് പറഞ്ഞ് വിട്ടു. സാറ് പോയപ്പോൾ പറഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞ് ഈ സംവിധായകന്മാരെ കുളമ്പ് രോഗം ബാധിച്ച പശുവിനെ പോലെയാണ്, ഇറച്ചിക്ക് കൊള്ളാവും എന്നൊരു കമൻറ്റ് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഉള്ളോ കൊള്ളാമെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ എനിക്ക് ഈ പയ്യനെ ഇഷ്ടമല്ല. എന്നാലും ഞാൻ അവൻ്റെ എന്താ പറയുക ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ഒരുപാട് പ്രാവശ്യം കണ്ട ആളാണ് ഞാൻ. എനിക്ക് ആ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. എനിക്ക് ഇയാളുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അയാളൊന്നും ഒരിക്കലും ആ ലെജൻഡായ സംവിധായകൻ അങ്ങനെ പറയും, സാറിനെ പോലുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം 40 വയസ്സ് കഴിഞ്ഞവരെല്ലാം കുളമ്പ് രോഗം ബാധിച്ച ഇറച്ചിക്ക് കൊടുക്കേണ്ട പശുക്കളെ പോലെയാണ് സംവിധായകരെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ കടന്നു പോകും. അതുകൊണ്ട് പറയുന്നില്ല. കാരണം ഇവൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ 40 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ ഇങ്ങനെയാണോ കാണുന്നതെന്ന് എനിക്കറിയാം. ഇറച്ചിക്ക് കൊള്ളാവുന്നേ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇയാളെക്കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. മലയാളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു വലിയ പേരുള്ള ഒരാൾ, നല്ല 2-3 സിനിമ എടുത്ത ആൾ.
അയാൾക്ക് ഇയാളുടെ ഒരു കഥ പറയണം. അപ്പം ഈ സിനിമയിൽ എപ്പോഴും ഒരാൾ പൊങ്ങി വന്നാലേ പിന്നെ ഉണ്ടാക്കുന്ന കഥ എല്ലാം അവനെ പറ്റി അവൻ ചെയ്താലേ ശരിയാവും. അപ്പം നമ്മൾ തിരിച്ച് എടാ അവൻ ചത്തു ചെയ്യാലോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. എൻ്റെ ഒരു സീരിയലിലെ ഒരു നായിക അഭിനയിക്കാൻ വന്നിട്ട് എൻ്റെ പറഞ്ഞു, എനിക്ക് ശബ്ദം കൊടുക്കേണ്ടത് സ്ഥിരം സിനിമയിലൊക്കെ കൊടുത്തിരുന്നത് ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു അയ്യേ ആലോലാതെ കൊണ്ട് ഞാൻ ഡബ് ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സിനിമയെ സീരിയൽ എന്തായാലും ഡബ് ചെയ്യിക്കില്ല. അയ്യോ അങ്ങനെ പറയരുത് സാർ, എൻ്റെ സിനിമയിലെല്ലാം അവരാണ് ശബ്ദം കൊടുത്തത്, അവരെക്കാൾ മുകളിലുള്ള ആളിവിടെ ഉണ്ട്, ഞാൻ അവരെ കൊണ്ട് ചോദിച്ചോളാം. അത് ചർച്ചയായി. കാരണം ഈ ശബ്ദം കൊടുക്കുന്ന ആൾ നിരന്തരമായി വിളിക്കുന്നുണ്ട്, ഞാൻ എന്നാ വരേണ്ടതെന്ന് ഡബിങ്ങിന് അവരോട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ സാർ എന്ത് ചെയ്യും സാർ? ഞാൻ പറഞ്ഞു ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ശബ്ദം കൊടുക്കുന്ന ഡബിങ് ആർട്ടിസ്റ്റ് ചത്തു നിങ്ങൾ അഭിനയം നിർത്തുമോ? ശരി, എനിക്ക് ശബ്ദം കൊടുക്കുന്ന ആൾ ഇനി ഇല്ല, അതുകൊണ്ട് ഞാൻ അഭിനയം നിർത്തി എന്ന് പറയൂ. അവരെ ഉത്തരം മുട്ടി. ഞാൻ പറഞ്ഞു ആ ജോലിയെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം, അതിലൊന്നും കയറി തലയിടണ്ട. ഞാൻ എന്നിട്ട് ദേവിയെ കൊണ്ട് ഡബ് ചെയ്യിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന സംവിധായകൻ കഥയുണ്ടാക്കിയിട്ട് ഇവനെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കില്ല. ഇവരെല്ലാം ഇപ്പോഴത്തെ ഒറ്റയൊന്നും ഫോൺ എടുക്കില്ല. ഇവനൊക്കെ കുറേ വാച്ചന്മാരെ കൊണ്ടു നടക്കും, മാനേരി പി എ തേങ്ങ എന്നൊക്കെ പറയും, കഞ്ചാവൊക്കെ വാങ്ങിക്കാൻ കൊണ്ടു നടക്കണ കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഈ സംവിധായകൻ എന്ത് ചെയ്യുന്നറിയോ, ഇവനെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന നടനെ വിളിച്ചു, നടൻ വിനീത് ശ്രീനിവാസൻ, അവനെ വിളിച്ചു. അപ്പോൾ അവൻ ഇയാളുടെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അമേരിക്കൻ ഷോയ്ക്കൊക്കെ കൊണ്ടുപോകണമാണ് ഈ സംവിധായകൻ. എന്ത് ചേട്ടാ, എടാ നീ കൊണ്ടുവന്ന ഒരു ചെറുക്കയില്ലേ, ഇയാളും വളരെ പുച്ഛമാറ്റേ സംസാരിക്കുള്ളൂ എല്ലാവരോടും. എടാ ആ ചെറുക്കയില്ലേ മറ്റേ നിവിൻ പോളി, ഓ എടാ അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ചേട്ടാ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ കൊടുത്തു. അയ്യോ സോറി സാർ ഞാൻ ഇവിടെ തിരക്കായതുകൊണ്ടാണ് എടുക്കാത്തത്, പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് വിചാരിച്ചു. അത് തിരിച്ചു വിളിക്കണ്ട, പിന്നെ ഞാൻ വിളിച്ചതേ എൻ്റെ ഒരു കഥയുണ്ട് കേൾക്കാമോ? പിന്നെന്ത് സാർ, കേൾക്കാം, എന്ന് കേൾക്കാം സാർ, ഞാൻ മറ്റന്നാൾ പറയാം എന്ന് കേൾക്കാമെന്നുള്ള. ശരി എന്നൊന്ന് ഫോൺ വെച്ചു. മറ്റന്നാളായിട്ടും വിളിക്കുന്നില്ല. ഇയാൾ വീണ്ടും തിരിച്ചു വിളിച്ചു, അവൻ എടുക്കുന്നില്ല. വീണ്ടും വിനീത് ശ്രീനിവാസനെ വിളിച്ച് കാര്യം പറഞ്ഞു. സാർ ഇന്ന് ഇവിടെ സെറ്റിലില്ല, ഞാൻ അവനെ വിളിച്ച് പറയാം സാർ. വിളിച്ചു പറഞ്ഞു. അവൻ ഇവിടെ ഇദ്ദേഹത്തെ വിളിച്ച് സംവിധായകനെ, സാർ ഞാൻ ഒരു തിരക്കിലായിപ്പോയിട്ടാണ് സാർ, ഞാൻ ഇന്ന് വിനീതിൻ്റെ സെറ്റിലല്ല, പിന്നെ സാറേ സാറിനെ വിളിക്കണ്ട സാർ, ഞാൻ സാറിൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാം. അപ്പോൾ പറഞ്ഞു എറണാകുളത്തൊരു ഹോട്ടലിലുണ്ടെന്ന്. ഞാൻ ഹോട്ടലിലോട്ട് വരാം സാർ. എന്ന് വരും? നാളെ വരാം സാർ. ഓക്കെ. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെയും വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പം നവീൻ പോളിക്കുണ്ട്. അപ്പോൾ ഇത് ഫെഫ്ക ഡയറക്ടേഴ്സിനുള്ളിൽ പരാതിയായിട്ട് വന്നു. ഈ സംവിധായകൻ കൊണ്ടൊന്നൊരു പരാതി വന്നു. ഇവൻ നമ്മളെപ്പോലെ തലമുതിർന്ന സംവിധായകന്മാർ വിളിച്ചാൽ എടുക്കുന്നില്ല, ഇവൻ്റെ പേരിൽ നടപടി എടുക്കാം, ഇതാണ് കത്ത്. ഞാൻ കയറി എതിർത്തു. ഞാൻ പറഞ്ഞ നിങ്ങളെ ഫോൺ എടുക്കണമെന്ന് പറയാൻ അവൻ്റെ വളർച്ചയിൽ നിങ്ങളുടെ പങ്കെന്താ? അത് പറ. ആ പങ്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന ആളാണ്? അല്ല. പിന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ വിളിച്ചാൽ അവൻ എടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് നാളെ നിങ്ങൾ എടുക്കരുത്, വിളിക്കരുത്. നിങ്ങൾ യവനെ പോലുള്ളവനുണ്ട്, അത് ആ കഥ ഉണ്ടാക്കിയൊന്നും അവനെ പറ്റി, അവൻ ചത്തിയത് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊന്നും വർത്താനം, ഇങ്ങനെയാണ് നിങ്ങൾ വില കളയുന്നത്. അത് ദിനേശ് വരട്ടിനായും പറയരുത്. ദിനേശിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, ദിനേശ് എല്ലാത്തിലും കയറി ഇങ്ങനെ ഇടം തളിച്ച് സംസാരിക്കും. സംഘടന ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഈ സംഘടന ആ നടനെതിരെ നവീൻ പോളിക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെതിരാണ്, ഞാൻ ഒപ്പിടും എതിരായിട്ട്. എനിക്കിതിൽ അനുകൂലിക്കാൻ കഴിയില്ല. നിങ്ങൾ നാണമില്ലാത്തതാണ്. നിങ്ങൾ അമേരിക്കൻ ഷോയൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു സീരിയൽ എടുത്ത് ജീവിക്കുന്നേ, ഇവനെയൊക്കെ താങ്ങാൻ പോണേ എന്തിനെന്ന് ചോദിച്ച ആളെന്നെ. അപ്പോൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ നവീൻ പോളിക്കുണ്ട്. അത് നവീൻ പോളിക്ക് മാത്രമല്ല, ഇപ്പോൾ ഉള്ളവന്മാരൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ സെറ്റിൽ കഞ്ചാവ് ലഹരിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ലിസ്റ്റൻ എത്ര അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ലിസ്റ്റൻ ആ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റാണ്. അല്ലെങ്കിൽ യവന്മാരെ കൂടെ ചേർന്ന് ബെർമുടി ഇട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ലിസ്റ്റൻ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്തോ ഒരു തക്കതായ കാരണമുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റൻ ഇത്രയും പൊട്ടിത്തെറിക്കില്ല. മറ്റേ ആൾ മാന്യനായോണ്ടായിരിക്കും നിവിൻ പോളി മറുപടി പറയാത്തത്. പക്ഷേ ആ നിവിൻ പോളിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മലയാളത്തിലെ മുഴുവൻ യുവതാരങ്ങളെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി ലിസ്റ്റൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ.